ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സാധാരണയായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ ക്രൈം സ്റ്റോറീസ് ഒക്കെയല്ലേ ഷെയർ ചെയ്യുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് എൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ലൈഫിലുണ്ടായ രണ്ട് പാരാനോർമൽ എക്സ്പീരിയൻസിനെ പറ്റി ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ സ്റ്റോറി ആയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇതൊക്കെയാണോ പാരാനോർമൽ എക്സ്പീരിയൻസ്, ചിലപ്പോൾ എൻ്റെ തോന്നലാവണം. എന്തായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാനൊരു സിക്സ്ത്തില് സെവൻത്തിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അന്ന് കറണ്ട് കട്ടുള്ള സമയം. ഇന്നിപ്പോൾ നമുക്ക് കറണ്ട് കട്ടില്ലല്ലോ. അപ്പോൾ ഈ കറണ്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലന്ന് റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോയിൽ ആണെങ്കിൽ ഈ നാടകവും ഏതെങ്കിലും ബുക്കിലെ സ്റ്റോറിയൊക്കെ ഇവരിങ്ങനെ പറയും. അപ്പോൾ നമ്മൾ ടി വിയിലാണെങ്കിൽ കാണുമല്ലേ. അപ്പോൾ റേഡിയോയിലാകുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പം നമുക്കതിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇപ്പോൾ പക്ഷേ റേഡിയോ ഒന്നുമില്ല. അപ്പോൾ ഈ കറണ്ട് പോകുന്ന സമയത്ത് ഞാനും ഉമ്മയും കൂടെ റേഡിയോ ഓൺ ആക്കിയിട്ട് അവിടെ കട്ടിലിൽ പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. അരമണിക്കൂറായിരുന്നു കറണ്ട് കട്ട്. അപ്പം ഈ സംഭവം നടക്കുന്ന അന്ന് ഇതുപോലെ പതിവുപോലെ കറണ്ട് പോയി. അപ്പോൾ ഞാനും അമ്മയും കൂടെ കട്ടിലിൽ ചെന്ന് കിടന്നു. അപ്പോൾ പുറത്ത് നല്ല നിലാവുള്ളതുകൊണ്ട് റൂമിലോട്ട് ചെറിയ രീതിയിൽ വെട്ടം കയറി വരുന്നുണ്ടായിരുന്നു. അമ്മയാണെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ എണീക്കുമായിരുന്നു കേട്ടോ. എനിക്ക് സ്കൂളിൽ പോകണം, അച്ഛന് ജോലിക്ക് പോകണം. അതുകൊണ്ടൊക്കെ അമ്മ ഒരു 4 മണി 4:30 ആകുമ്പോൾ എണീക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇരുന്നാൽ കിടന്നാൽ അമ്മ അപ്പം തന്നെ ഉറങ്ങും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്ന് ഈ റേഡിയോയിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടിങ്ങനെ അതും കേട്ട് ഇങ്ങനെ ഞാൻ കിടക്കുക. അപ്പം ഞങ്ങൾ കിടക്കുന്ന കട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ എൻ്റെ ഈ തലയുടെ ഈ ഭാഗത്തായിട്ടാണ് ഡോറ് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ നേരെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ണിൻ്റെ സൈഡിൽ കൂടെ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ കിടന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ഈ കണ്ണ് ഈ ഭാഗത്തായിട്ട് 2 പേര് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തല തിരിച്ച് ഞാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പം ഒരു കുട്ടിയും ഒരു ഒരു പുരുഷനുമായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അയാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 28, 30 വയസ്സ് പ്രായം തോന്നിക്കും. ഒരു മുണ്ടും അതുപോലെ ഒരു ലൈറ്റ് കളർ ഷർട്ടുമായിരുന്നു പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 5, 4 വയസ്സൊക്കെ ഉള്ളു പ്രായം. ഒരു ലൈറ്റ് യെല്ലോ കളർ ഫ്രോക്കാണ് ഇട്ടേക്കുന്നത്. ഈ കുട്ടിയുടെ കയ്യിൽ ഇയാൾ പിടിച്ചിട്ടുമുണ്ട്. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ഇച്ചിരി തുറിച്ച് നോക്കുന്ന പോലെയാ. പക്ഷെ പേടിക്കൊന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് പേടിയായി. കാരണം ഇവരിങ്ങനെ അകത്ത് കയറി ഇനി കള്ളന്മാരാണോ? അങ്ങനെയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ചിന്ത വന്നത്. എന്നിട്ട് ഞാൻ വേഗം ഒന്ന് അമ്മേന്ന് വിളിച്ചു. അമ്മ എന്തുവാന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഞാൻ ദേ അവിടേന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേന് ഇവരെ കാണുന്നില്ല. അപ്പൊ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു "ഏയ് ഒന്നുമില്ലാന്ന്" പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അങ്ങനെ കിടന്നു. എന്നിട്ട് അന്ന് ഞാൻ പേടിച്ചൊന്നും ഇല്ലെങ്കിലും ചെറിയ പേടി എൻ്റെ ഉള്ളിൽ വന്നത് കാരണം ഞാൻ അമ്മയുടെ കൂടെ തന്നെയാ കിടന്നത്. പക്ഷെ അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴും എനിക്കിങ്ങനെ മനസ്സിൽ ഈ കാര്യം കിടക്കുന്നതുകൊണ്ട് ഞാൻ അമ്മയോട് പറയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അമ്മയോട് ചെന്നിട്ട് പറഞ്ഞു, "അമ്മേ ഞാൻ ഇന്നലെ ഇങ്ങനൊരു ഇത് കണ്ടു. ഇനി സ്വപ്നമാണോ എന്തോ ആണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത 2 പേരാന്നൊക്കെ പറഞ്ഞു." അപ്പൊ അമ്മ പറഞ്ഞു, "എന്താ ഇനി എന്തേലും സിനിമ കണ്ടിട്ടാണോ?" എന്ന് വല്ലതും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, "അറിയില്ലാന്ന്" പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, "പക്ഷെ കണ്ട അയാൾക്കാണെന്നുണ്ടെങ്കില് അച്ഛൻ്റെ അതേ ഫേസായിരുന്നു. പക്ഷെ അച്ഛനെക്കാട്ടി കുറച്ചും കൂടെ കറുത്തിട്ടാണ്. അച്ഛനെക്കാട്ടി കുറച്ചും കൂടെ ഹൈറ്റും ഉണ്ട്. ഇച്ചിരി വണ്ണം കൂടെയുണ്ട്. പക്ഷെ ഫേസ് അച്ഛനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞു. കുട്ടിയാണെന്നുണ്ടെങ്കില് പിന്നെ 4, 5 വയസ്സുള്ള ഒരു ഇതുവരെ എനിക്ക് പരിചയമില്ലാത്ത മുഖമാണെന്ന് പറഞ്ഞു." അപ്പൊ അമ്മ എന്നോട് ഇച്ചിരി നേരം മിണ്ടായിരുന്നിട്ട് എന്നോട് ചോദിച്ചു, "വല്യമ്മച്ചിയുടെ അടുത്തെങ്ങാനും നീ പോയായിരുന്നോ? വല്യമ്മച്ചി എന്തെങ്കിലും കഥ പറഞ്ഞായിരുന്നോന്ന്" ചോദിച്ചു. ഈ വല്യമ്മച്ചിയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പേടിപ്പിക്കുന്ന കഥയൊക്കെ പുള്ളിക്കാരി പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, "ഇല്ല ഞാൻ പോയൊന്നുമില്ല. പ്രത്യേകിച്ച് കഥകളോ അങ്ങനൊന്നും പറഞ്ഞില്ലാന്ന്" പറഞ്ഞു. അപ്പൊ അമ്മ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, "നീ പേടിക്കുകയൊന്നും വേണ്ട. നിന്നെ അവര് പേടിപ്പിച്ചൊന്നും ഇല്ലല്ലോ. പിന്നെ രാത്രിയിൽ എന്തെങ്കിലും സ്വപ്നം കാണുകയോ എന്തെങ്കിലും ചെയ്യുകയോന്ന്" ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "ഇല്ല പേടിപ്പിച്ചൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കള്ളന്മാരാണോ അങ്ങനെയൊക്കെ തോന്നി ഉള്ളിലൊരു പേടി തോന്നി. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, "നീ പേടിക്കുകയൊന്നും ചെയ്യണ്ട. ഇവിടെ വല്യമ്മച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മോളുണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു 4, 5 വയസ്സ് പ്രായമായ സമയത്ത് അതിങ്ങനെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നുന്ന്" പറഞ്ഞു. പിന്നാണെന്നുണ്ടെങ്കിൽ അച്ഛന് തൊട്ട് മോളിലായിട്ട് ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരനും അച്ഛനെ പോലെ തന്നെയായിരുന്നു. നീ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ തന്നെയായിരുന്നു പുള്ളിക്കാരിയും. കുറച്ചുകൂടെ ഇരുണ്ട കളറായിരുന്നു. അച്ഛനെക്കാട്ടി ഇച്ചിരൂടെ സൈസുണ്ട്. പക്ഷെ അച്ഛൻ്റെ അതേ ഫേസ് തന്നെയായിരുന്നൂന്ന് പറഞ്ഞു. പക്ഷെ ആളും ഇതുപോലൊരു 21, 22 വയസ്സെങ്ങാണ്ടായപ്പം ആൾക്ക് പനിയായിരുന്നു. അന്നാണെന്നുണ്ടെങ്കിൽ അത്രയും വർഷം മുന്നേ അല്ലേ. അപ്പം ഹോസ്പിറ്റലൊന്നും ഇല്ലാത്ത കാരണം പനി കൂടി മരിക്കുവോ അങ്ങനെ എന്തോ എന്തോ വന്നിട്ട് മരിച്ചുപോയി. അപ്പം അവരെയാണ് നീ കണ്ടേന്ന് പറഞ്ഞു. പക്ഷെ ഈ ഈ 2 പേരെ അമ്മ പറയുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. അതിന് മുന്നേ ഒന്നും ഇങ്ങനൊരു കഥ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. അമ്മ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആരോ പറഞ്ഞ് കേട്ടതാണ് അമ്മ ഈ സ്റ്റോറി. പിന്നെ ഇത്രയും വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉണ്ട് എന്റെ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞുകൊണ്ട് ഇനി ചേച്ചിക്ക് ഇത് അറിയാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാനിത് ഇതിന് മുന്നേ ഈ കഥ കേട്ടിട്ടില്ല പറഞ്ഞ്.
അപ്പൊ ഞാന് ഇങ്ങനെ ഒരാളെ കാണണമെങ്കിൽ ഒന്നുകിൽ അവരുടെ ആത്മാവ് വന്നതായിരിക്കും എന്നാണ് ഞാൻ തന്നെ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സെയിം ഫേസൊക്കെ ഞാൻ കാണുമെങ്കിൽ എന്നെങ്കിലും എൻ്റെ മനസ്സില് അങ്ങനൊരു കാര്യം കിടന്നെങ്കിലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ലൈഫിലെ ഒരു സ്റ്റോറി. പക്ഷെ അന്ന് ഞാൻ പേടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അടുത്ത സ്റ്റോറിന്ന് പറഞ്ഞാല്, ഞാൻ കോളേജൊക്കെ കഴിഞ്ഞിട്ട് നടന്നൊരു സംഭവമാണ്. ഞാൻ കോളേജിലെന്ന് പറഞ്ഞാല് തമിഴ്നാട്ടിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 4 വർഷം അവിടെയായിരുന്നു. അപ്പൊ 4 വർഷം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളുടെ പേരൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഇയറില് ഞങ്ങളെല്ലാവരും ഒരേ ബാച്ചായിരുന്നു. മെക്കും, സിവിലും, ഇലക്ട്രിക്കലും എല്ലാം ഒരേ ബാച്ചായിരുന്നു. സെക്കൻഡ് ഇയർ മുതലാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് തിരിക്കുന്നത്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച സമയം മുതല് ഇവള് എന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഞങ്ങള് സെയിം ബെഞ്ചിലായിരുന്നു ഇരിക്കുന്നെ. അതുപോലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നത്, ഹോസ്റ്റലിൽ ഫുഡ് വരുമ്പോ ഫുഡ് എടുക്കാൻ പോകുന്നത് എല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കോളേജിൽ പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ ഞങ്ങൾ 2 റൂമിലായിരുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. എന്നാലും ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് കോളേജ് കഴിഞ്ഞ ഉടനെ ഇവളുടെ കല്യാണമായിരുന്നു. കോളേജ് കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിൽ ഇവളുടെ കല്യാണമായിരുന്നു. അപ്പം കല്യാണത്തിനൊക്കെ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണേ. കല്യാണം കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ചയായ അന്ന് ഇവൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇവള് ഹോസ്പിറ്റലിലായിരുന്നു. ഇവള് പാരലൈസ് ആയി പോയി. ബോഡി ഫുള്ള് തളർന്നു പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തോളം ഇവള് ഹോസ്പിറ്റലിൽ കിടന്നു. സംസാരിക്കും പക്ഷെ കൈയും കാലും ഒന്നും അനങ്ങില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ ഇവള് കിടന്ന ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഫിസിയോതെറാപ്പിയുടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവൾ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. ഇവളുടെ കാര്യമൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ അവൾക്കറിയാമായിരുന്നു ഇവള് മരിച്ചു പോകുന്നുള്ള കാര്യം. അപ്പൊ ഇവളെന്നോടിങ്ങനെ അതായത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് എന്നോടിങ്ങനെ പറയുമായിരുന്നു. അവൾക്ക് നല്ല പെയിനുണ്ട്. അതാ ഇതാന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഇൻഡയറക്റ്റ് ആയിട്ട്. അവൾക്ക് രക്ഷപ്പെടില്ലാന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നു. പക്ഷെ ഒറ്റയടിക്ക് പറഞ്ഞിട്ടില്ല. കാരണം അവൾക്കും അറിയാം ഇവളെൻ്റെ നല്ല ഫ്രണ്ടാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 4 വർഷം എന്നുള്ള കാര്യം അവൾക്കും അറിയാം. അങ്ങനെ ഇവളിങ്ങനെ പറഞ്ഞ് വന്നപ്പഴേ എനിക്ക് മനസ്സിലായി ഇവൾക്കിനി രക്ഷപ്പെടാനുള്ള ഹോപ്പില്ലാന്നൊക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം ആയപ്പഴ്ത്തേനും ഇവള് മരിച്ചു. അപ്പൊ പെട്ടെന്ന് ആഹ് അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു അന്ന്. കാരണം ആക്സിഡന്റ് ആയി ഇത്രയും നാളായിട്ട് ആ ഒരു ഇത് പെട്ടെന്ന് അന്ന് ആക്സിഡന്റ് പറ്റിയ സമയത്ത് തന്നെ മരിക്കുവായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്കതൊരു ഭയങ്കര ഷോക്കായിരുന്നേനെ. ഇതിപ്പോ 6 മാസം ആയതുകൊണ്ട് എനിക്കതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങള് മരണത്തിനൊക്കെ പോയി. ഇവളുടെ മരിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങുക. ഉറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കില് ഇങ്ങനെ ഇവളെന്നോട് വന്ന് സംസാരിക്കുവാ. അവളുടെ വീട്ടില് ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അവളുടെ അച്ഛനും അമ്മയും ഇപ്പൊ എടുത്തേക്കുന്ന തീരുമാനം ശരിയല്ല. അങ്ങനെ ചെയ്യരുതെന്ന് നീ പോയി പറയണോന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവളുടെ വീട്ടിലെ ഈ ഇഷ്യൂസ് കാരണമാണ് അവളുടെ കല്യാണം വേഗം നടത്തിയത്. അപ്പൊ അത് വേറൊരാളുടെ പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ട് ഞാൻ എന്താന്ന് കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, "നീ അമ്മയോടും അച്ഛനോടും പോയി പറ. ഇപ്പൊ അവരെടുത്ത തീരുമാനം അവർക്ക് നല്ലതല്ല. അവർക്കത് ദോഷം ചെയ്യും. അങ്ങനെ ചെയ്യല്ലെന്ന് പോയി പറയാൻ." അപ്പൊ ഞാൻ ഇവളോട് ഇങ്ങനെ പറയാ. ഇതൊക്കെ സ്വപ്നം കാണുന്ന പോലെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ പറയാ, "എടി ഞാനെന്ത് ചെയ്യാനാ?" അപ്പൊ ഇവളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ഇവളുടെ വീട്ടിൽ എനിക്ക് അത്ര അടുപ്പമില്ല. വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അച്ഛനും അമ്മയായിട്ട് ഞാൻ അത്ര അടുപ്പത്തിലല്ല. എന്നുവെച്ചാ ദേഷ്യമൊന്നുമല്ല. അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, "എടീ എനിക്ക് നിന്റെ പേരൻറ്സുമായിട്ട് അത്ര അടുപ്പമില്ലല്ലോ. ഇപ്പൊ ഞാനെങ്ങനെയാണ് ഇത്ര ഒരു വലിയ കാര്യത്തിൽ അവര് തീരുമാനം എടുത്തപ്പോ ഞാൻ അവരോടത് ചെന്ന് ചെയ്യില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നീ വേറെ എന്തെങ്കിലും വഴി നോക്കാൻ" പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, "എടീ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാന് നിന്നോട് വന്ന് പറഞ്ഞേന്ന്" പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് 2നും കൂടി ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു വേറൊരാളെ. ഞങ്ങളെല്ലാം ഒരു ക്ലാസ്സിൽ തന്നെയാ. അപ്പൊ അവളോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പൊ അവള് ഇവളുടെ വീടിനടുത്തായിരുന്നു. അപ്പം ഇവളുടെ വീട്ടിലൊക്കെ മറ്റേ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പൊ എന്നെക്കാട്ടി അടുപ്പം അവൾക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, "എടി നീ അവളോട് ചെന്ന് പറ. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും" എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഈ ഉറക്കത്തീന്ന് ഉണരുന്ന പോലെയോ അങ്ങനെ എന്തോ എനിക്ക് പക്ഷെ എനിക്ക് ഉറങ്ങുവാന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കില് ആ ഒരു കോൺവെർസേഷൻ അവിടെ വെച്ച് നിന്നു. അപ്പോഴെന്റെ കണ്ണൊക്കെ തുറന്നിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി ഇനി എൻ ഈ ഒരു കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഇനി ഞാൻ സ്വപ്നം കണ്ടയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പേടിപ്പിച്ചൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി. പിന്നെ ഒരു 2, 3 ദിവസം കഴിഞ്ഞു. വീണ്ടും ഇവളെന്റെ സ്വപ്നത്തിൽ വന്നിങ്ങനെ സംസാരിക്കാ. ഇതുപോലെ "എടീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അവരിപ്പോ എന്റെ അച്ഛനും അമ്മയും അത്രയ്ക്കൊരു ഇതിലായിട്ടല്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ടാ. നിങ്ങളോടല്ലേ എനിക്ക് ഹെൽപ്പ് ചോദിക്കാൻ പറ്റൂ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എനിക്ക് ഒട്ടും പറ്റാഞ്ഞിട്ടാന്നൊക്കെ" വന്ന് ഭയങ്കരായിട്ട് സങ്കടപ്പെട്ട് എന്നോട് പറയുവാ. അപ്പഴേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ദേഷ്യത്തിൽ ഇവളോട് പറയാ, "നിന്നോടല്ല ഞാൻ പറഞ്ഞേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാന്ന്. നീ പോയി അവളോട് പറ. നീ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാലും അത് വേറെ രീതിയിലേ പോകത്തുള്ളൂ. അതൊരു വലിയ പ്രശ്നമാവും. നിന്റെ ഫാമിലിയുടെ കാര്യമല്ലേ. നീ വേറെന്തെങ്കിലും വഴി നോക്ക്. അല്ലെങ്കിൽ അവളോട് പോയി പറ. ഇനി മേലെ എൻ്റെ അടുത്ത് വന്നേക്കരുതെന്ന്" പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് പറയുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നിട്ട് ആദ്യ ദിവസത്തെ പോലെ തന്നെ ഞാൻ ഉണർന്ന് കിടക്കുന്ന പോലെ എൻ്റെ കണ്ണൊക്കെ തുറന്ന് കിടക്കുവാ.
എന്നിട്ട് എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര വിഷമവും എന്തൊക്കെയോ പോലെ. കാരണം ഈ ഒരു പ്രശ്നം കാരണം അവള് കുറേ ഹോസ്റ്റലിൽ നിന്ന് വിഷമിച്ചിട്ടുള്ളതാ. അവളുടെ എല്ലാ കാര്യം ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ ആ കോമൺ ഫ്രണ്ടിനെ നെക്സ്റ്റ് ഡേ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, "എടീ നീ ഇതുപോലെ സ്വപ്നം കാണുമോ എന്തെങ്കിലും ചെയ്തോ? എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പറഞ്ഞു നിന്റെ അടുത്തോട്ട് വന്ന് പറയാൻ. അങ്ങനെ എന്തെങ്കിലും നടന്നോ?" എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും വന്നില്ല. അവള് സ്വപ്നം കണ്ടിട്ടൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് എന്താ പിന്നീട് ഒരിക്കലും അവളെൻ്റെ സ്വപ്നത്തില് വന്നിട്ടില്ല ട്ടോ. കാരണം ഞാൻ അന്ന് ഇച്ചിരി ദേഷ്യത്തിലല്ലേ പറഞ്ഞെ, "നീ എൻ്റെ അടുത്ത് വന്നേക്കല്ലേ" എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ 2 വട്ടമാണ് എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. പിന്നെ ഞാൻ അവളെ എന്റെ സ്വപ്നത്തില് വന്നിട്ടില്ല. ഇങ്ങനൊരു കാര്യം പറഞ്ഞ് വന്നിട്ടില്ല. ഇനി അത് ഞാൻ സ്വപ്നം കണ്ടതാണോ? റിയലി അവളുടെ ആത്മാവ് എന്നോട് വന്ന് സംസാരിച്ചതാണോ? എന്താണെന്നൊന്നും അറിയില്ല. പിന്നീട് ഞാൻ അറിഞ്ഞു അവളുടെ ഫാമിലിയില് അവള് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ, ആ കാര്യം അവരുടെ പേരൻറ്സ് ചെയ്തിട്ട് പിന്നെ അത് വലിയ പ്രശ്നമൊക്കെ ആയി. അവരിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആ കോമൺ ഫ്രണ്ടിനോടല്ലാതെ ഞാൻ ഈ കാര്യം വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്ക് 2 എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായെങ്കില് കമന്റില് പറയുവോ? അപ്പൊ നമുക്കറിയാലോ എനിക്ക് മാത്രമാണോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.